നിങ്ങൾ ഇവിടെ ഇരുന്നാ പിന്നെ ഞാൻ അങ്ങാടി തിരിഞ്ഞാ കാണുമോ? എന്തോരെ തിരിഞ്ഞാ നിങ്ങൾ അങ്ങാടിയിൽ? ഈ അങ്ങാടിയിൽ നിന്ന് കൊറേ തെരഞ്ഞോ? കൊറേ തെരഞ്ഞില്ലേ? ഓന്റെ പൊട്ട ഞാൻ ഇവിടെ അല്ലല്ലേ, നീ ഇന്ന് അങ്ങാടി തെരഞ്ഞാ കാണും. അല്ല ഈ ഇപ്പൊ എന്താ ഇങ്ങനെ പോണ്? നീ തെരഞ്ഞ് നിങ്ങളെ തിരിഞ്ഞു പോന്ന് വെച്ചാല് ഈ നിങ്ങളെ അങ്ങാടി കാണുന്ന ആൾക്കാരാവുമ്പോ നേരൊക്കെ കാണാനൊക്കെ ആവുമ്പോ വിശേഷ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എന്തെല്ലാം വിശേഷങ്ങള്? വിശേഷം എന്ന് പറഞ്ഞാല് ഏടോരത്തിൽ ഇരുന്നാ ഊരവേദന, നിന്നാ മുട്ടുവേദന, രാത്രി കിടന്നാ അതെല്ലാം കൂടി ആലോചിച്ചൊരു തലവേദന. അതപ്പൊ എന്റെ അവസ്ഥ. അതപ്പൊ നിങ്ങളെ വിശേഷം. മാത്രമല്ല ഞാൻ അർജന്റീന ഫാൻസാന്ന് എനിക്കറിഞ്ഞത്. അത് വേറെ ഈ കളി തുടങ്ങിയാരാ നട്ടപ്പാതിരേരെ ഉറപ്പൊഴിഞ്ഞ് ഒച്ചയും പടിയിട്ട് നടന്നു. പിറ്റേന്ന് പണിക്കും പോകാനാകുമോ അങ്ങനെ ഉറപ്പൊഴിഞ്ഞ് പറഞ്ഞാല്? അങ്ങനെ ആ പണിയും പോയി, ഇവര് തോൽക്കുകയും ചെയ്ത് ആകെപ്പാടെ ടെൻഷൻ അടിച്ചു. അല്ല നിങ്ങളിപ്പോ എന്താ ഞങ്ങളത് പോട്ടെ, നമ്മള് ഉറപ്പ് കഴിഞ്ഞൊക്കെ പോട്ടെ. അതിന് ഞമ്മളെ ടീം കളിക്കണമെങ്കിൽ ഓലിക്ക് പന്ത് പോലും ഓല് കണ്ടില്ല. ഓല് പിന്നെ എന്തിട്ടെടുത്ത് കളിക്കൂ? ഞാൻ എല്ലാ പഠിച്ചവന്മാരെയും വിളിച്ചു പ്രാർത്ഥിച്ചതാ. അവസാനം ഞാൻ ആ പ്രാർത്ഥന മാറ്റി, ആ പന്തൊന്ന് വലുക്കൊന്ന് കിട്ടാനേ എന്നുള്ള പ്രാർത്ഥനയായി. കാരണം ഇവര് ജയിക്കണമെന്ന് നമ്മള് പ്രാർത്ഥിച്ചിട്ട് അത് നടക്കുന്നില്ല. ഈ പന്തെങ്കിലും നമ്മളെ ടീമൊന്ന് കണ്ടീനെങ്കിൽ പിന്നെ അങ്ങനാ. പിന്നെ പന്ത് കണ്ടിനെ അറിയണ്ട, പന്ത് കണ്ട് നിങ്ങള് ഗോളി ആക്കാം. ബാക്കി ആരും കണ്ടേ? കാരണം നിങ്ങള് മെസ്സി ഇറങ്ങില്ലേ കഴിഞ്ഞ കളിയിൽ? എല്ലാ മെസ്സിയും കിസിയൊക്കെ ഇറങ്ങിയിരിക്കും, പക്ഷെ തോറ്റുപോയില്ല. അപ്പൊ എന്താ ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മൾ ഉറക്കം കഴിഞ്ഞ് ഇങ്ങനെ നടന്ന് പണിയും പോയതിലാവും. പിന്നെ ആകെ ടെൻഷൻ. സമാധാനം കേട്ടോ, ഞങ്ങള് നേരത്തെ പോയി. ഞങ്ങൾ പിന്നെ ഫൈനൽ ഞങ്ങൾ കളിക്കാൻ നല്ല താല്പര്യമില്ലാത്ത ഞങ്ങൾ നേരത്തെ വെറുതെ ഉറക്കം കഴിഞ്ഞ ഒരു തീരുമാനിച്ചാണ്. ഞങ്ങളെ ഫാൻസ് ഉണ്ടാകുമല്ലോ, അപ്പൊ ഞങ്ങളെ ഫാൻസുകാരെ വെറുതെ ഉറപ്പിച്ച് ഞാനിത് ഇതാക്കണ്ട, ഓരോ പണിക്ക് പോയിക്കട. അതിനെ കൊണ്ട് ഞങ്ങളുടെ ടീം വേഗം ഞങ്ങൾ ബുദ്ധിമുട്ടിച്ചില്ല. അല്ല, ഒരു കണക്കിന് ഇപ്പൊ ആലോചിക്കുകയാണെങ്കിൽ നമ്മക്കൊക്കെ ഭ്രാന്താ. കാരണം എന്താ അറിയോ, ഇതിപ്പോ ആയിരങ്ങൾ മുടക്കിയിട്ട് ലോകം മുഴുവനും ഓരോ പിന്നെ ഓരോ ഫാൻസുകാർ വലിയ ഫ്ലക്സ് ഇങ്ങനെ വെക്കുന്നുണ്ട്. എന്തുമാത്രം ഫ്ലക്സാ നമ്മളെ രാജ്യത്ത് കേരളത്തിലൊക്കെ വെക്കുന്നത്. മലപ്പുറം ജില്ലയിലേക്കൊക്കെ ഇനി പോയി വെക്ക്, ഇത്രങ്ങാം ലക്ഷങ്ങൾ മുടക്കിയിട്ട് ഫ്ലക്സ് വെക്കുക. അതൊക്കെ എന്നാലിപ്പോ ഇവിടെ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന്, ഒരു നിത്യരോഗിയായി കിടക്കുന്ന ഒരാള് ആട്ടെ, അല്ലെ കയറി കിടക്കാൻ ഒരു വീടില്ലാത്ത ഒരാളാണ്, അങ്ങനെയുള്ള ആൾക്കാരൊന്നും നമ്മളോട് സഹായിക്കുകയില്ല.